की, ग्रंथराज श्रीमद् भगवद गीता की, जय श्रील प्रभुपाद की, जय श्रील गुरुदेव की, जय गौर प्रेमानंद। ओम नमो भगवते वासुदेवाय। 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 नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्ता राधाकान्त नमस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। ईश्वर परम कृष्णा सच्चिदानंद विग्रह अनादि आदि गोविंद सर्वकारण कारणं जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयंरूपगतामानं जय श्री प्रभुपाद की जय। भगवद्गीता अध्यायं 7 श्लोक 30। अध्याയം 7 30 ശ്ലോകം. സാദിഭൂതാദിദൈവം സാദിയജ്ഞം ചയേ വിദുഃ प्रयाणकाले पिशमा ते विदुर्युक्तचेतसा सादिभूतादिदैवं सादियज्ञं चये विदुः प्रयाणकाले पिशमा
ते विदुर्युक्तचेतसः ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधिभूतादिदैवं मां साधियज्ञं च ये विदुः साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधिभूतादिदैवं मां साधियज्ञं च ये विदुः साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः വിവർത്തനം. എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. ഭാവാർത്ഥം ജയശ്രീ പ്രഭുപാദ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവർ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. കൃഷ്ണാവബോധത്താലുള്ള അതീന്ദ്രിയ സമ്പർക്കം കൊണ്ട് ഭഗവാൻ ഏതു വിധത്തിൽ ഭൗതിക പ്രപഞ്ചത്തെയും ദേവന്മാരെയും കൂടി നിയന്ത്രിക്കുന്നുവെന്ന് അയാൾക്ക് അറിയുവാൻ കഴിയും. ക്രമേണ അതേ സമ്പർക്കം കൊണ്ട് തന്നെ ഭഗവാനിൽ വിശ്വാസദാർഢ്യമുണ്ടാവുന്നു. അങ്ങനെയുള്ള കൃഷ്ണാവബോധവാനായ ഒരാൾക്ക് മരണസമയത്ത് കൃഷ്ണനെ വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾ സ്വാഭാവികമായി ഭഗവദ്ധാമമായ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരും. ഒരാൾക്ക് എങ്ങനെ തികച്ചും കൃഷ്ണാവബോധവാനാകാമെന്ന് എന്നതാണ് ഈ 7-ാം അധ്യായത്തിൻ്റെ വിഷയം. കൃഷ്ണാവബോധം ഉദിക്കുന്നത് അതുള്ളവരുമായി സഹവസിക്കുന്നത് കൊണ്ടാണ്. ആധ്യാത്മികമായ ഈ സമ്പർക്കം നേരിട്ട് മനുഷ്യനെ ഭഗവാനോട് അടുപ്പിക്കുന്നു. അവിടുത്തെ കരുണയാൽ കൃഷ്ണനാണ് പരമപുരുഷനെന്ന അറിവുണ്ടാകും. ഒപ്പം തന്നെ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപം എന്തെന്നും കൃഷ്ണനെ വിസ്മരിച്ച ഭൗതിക കർമ്മങ്ങളിൽ പോകുന്നത് എങ്ങനെയെന്നും അയാൾ അറിയുന്നു. സത്സംഗം കൊണ്ട് കൃഷ്ണാവബോധം വളർന്നു വരുമ്പോൾ ജീവാത്മാവിന് മനസ്സിലാവും താൻ കൃഷ്ണനെ മറന്നുപോയതുകൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അധീനപ്പെട്ട് ബദ്ധനായതെന്നും ഈ മനുഷ്യജന്മം കൃഷ്ണാവബോധം വീണ്ടെടുക്കാൻ ഉതകുന്ന ഒരവസരം തരുന്നുവെന്നും അതിനെ അകാരണമായ ഭഗവത് കാരുണ്യ ലബ്ധിക്ക് വേണ്ടി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്നും കൂടി ബോധ്യപ്പെടും. ഈ അധ്യായത്തിൽ പല വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലേശങ്ങളിൽപ്പെട്ട മനുഷ്യൻ, ജിജ്ഞാസു, ഭൗതിക സൗകര്യങ്ങൾ തേടുന്നവൻ, ബ്രഹ്മജ്ഞാനം, പരമാത്മജ്ഞാനം, ജനന മരണ രോഗാദികളിൽ നിന്നുള്ള മോചനം, ഭഗവത് ആരാധന എന്നിങ്ങനെ പലതും. കൃഷ്ണാവബോധം ശരിക്ക് വളർന്നിട്ടുള്ള ഒരാൾ ഈ വ്യത്യസ്തമായ പ്രക്രിയകളെ കാര്യമായി എടുക്കാറില്ല. അയാൾ കൃഷ്ണാവബോധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കൃഷ്ണന്റെ നിത്യദാസനെന്ന സ്വാഭാവിക അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും.
ആ നിലയിൽ ഭഗവത് സേവന നിരതനായി കൃഷ്ണകഥാശ്രവണത്തിലും സ്തുതികളിലും അയാൾ സന്തുഷ്ടി കൊള്ളും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുവെന്ന് ആ ഭക്തനറിയാം. ഈ ഉറച്ച വിശ്വാസത്തെയാണ് ദൃഢവ്രതം എന്ന് പറയുന്നത്. ഭക്തിയോഗത്തിൻ്റെ അല്ലെങ്കിൽ അതീന്ദ്രിയ സേവനത്തിൻ്റെ ആരംഭമാണിത്. സർവശാസ്ത്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു. ആ സ്ഥിരവിശ്വാസത്തിൻ്റെ കഴമ്പത്രേ ഈ 7-ാം അധ്യായത്തിൻ്റെ വിഷയം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെ ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നേതാവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ലോകത്ത് എത്താനുള്ള മാർഗമാണ് പറയുന്നത്. ഭഗവാന്റെ ലോകത്തെത്തണമെങ്കിൽ 3 കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് 3 കാര്യം ഭഗവാന്റെ ലോകത്തെത്താനായിട്ട്? 1 ഭൗതിക പ്രപഞ്ചങ്ങളുടെയും, 2 ദേവന്മാരുടെയും, 3 സർവയജ്ഞങ്ങളുടെയും നിയന്താവ് ഭഗവാനാണെന്നറിയാം. 3 കാര്യം. 1 ഭൗതിക പ്രപഞ്ചങ്ങളുടെയും, പിന്നെ ദേവന്മാരുടെയും, പിന്നെ എന്താണ് സർവയജ്ഞങ്ങളുടെയും. എന്തൊക്കെ യജ്ഞം ചെയ്യുന്നോ ഇതിൻ്റെ എല്ലാം നിയന്ത്രവരാണ് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയ വ്യക്തി മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ മരണസമയത്ത് ആരെ സ്മരിക്കാൻ പറ്റില്ല? അപ്പോൾ ഇതേ ശ്ലോക ഇനി ഒരു സ്ഥലത്ത് പോകാൻ പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ട്? ഇതേ ശ്ലോക ഭോക്താരാം യജ്ഞതപസാം. ഇപ്പോൾ സർവപ്രകൃതിയുടെയും ഭോക്താവ് എന്ന് വെച്ചാൽ പ്രകൃതിയുടെ എല്ലാ കാര്യവും എൻജോയ് ചെയ്യുന്നവരാണ് ഭഗവാനാണ്, അല്ലേ? ഭോക്താവ്. യജ്ഞം, പിന്നെ തപസ്. ഭോക്താരാം യജ്ഞ തപസ്. സർവലോക മഹേശ്വരം, എല്ലാ ദേവന്മാരുടെയും ഈശ്വരൻ ആരാണ്? അപ്പോൾ ഇവിടെയും പറയുന്നുണ്ട്, അല്ലേ? എല്ലാ ദേവന്മാരുടെയും ദേവൻ ഭഗവാനാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. എല്ലാ പ്രകൃതിയിലെ എല്ലാ കാര്യവും അനുഭവിക്കുന്നത് വ്യക്തി ആരാണ്? അതും ഭഗവാനാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി വെച്ചത്. അങ്ങനത്തെ വ്യക്തികൾക്ക് എന്ത് കിട്ടും? ശാന്തി കിട്ടും, സമാധാനം കിട്ടുമെന്ന് പറയും. ഇവിടെ എന്ത് പറയുന്നു? അങ്ങനത്തെ വ്യക്തികൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അപ്പോൾ സമാധാനമില്ലാത്ത ഒരു വ്യക്തിക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുമോ? അപ്പോൾ രണ്ടും ഒന്നേ. അപ്പം പീസ്ഫുള്ളായിട്ട് ഭഗവത് സ്മരണയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മാത്രം ആരെ സ്മരിക്കാൻ പറ്റും? ഭഗവാനെ. അന്ത്യ നാരായണ സ്മൃതി, അവസാനം ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അപ്പോൾ ഭൗതിക ലോകം എന്ന് പറയുന്നത് ആരുടെ കൺട്രോളിലാണ്? ഭഗവാന്റെ കൺട്രോളിലാണ്. ആ ഭഗവാന്റെ കൺട്രോൾ അത് ആരിൽ കൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഭഗവാൻ ഭൗതിക ലോകം മായ, ദുർഗയുടെ കൺട്രോളിലാണ്, അല്ലേ? അതുകൊണ്ടാണ് മമമായ ദുരധ്യേയ. ആ മായ വേറെ ആരുമല്ല, അതും ആര് തന്നെയാണ്? കൃഷ്ണൻ്റെ ശക്തി തന്നെയാണ്, അല്ലേ? മായ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അത് കൃഷ്ണൻ്റെ ശക്തി തന്നെ. അപ്പോൾ അതേ ശക്തിയെ മറികടന്ന് നമ്മൾ ഭഗവാനെ സ്മരിക്കണം. പക്ഷെ ആ ശക്തി എളുപ്പമാണോ? ഭഗവാന്റെ ശക്തി വിജയിക്കുക എന്ന് പറയുന്നത് അതും പ്രയാസമാണ്. അപ്പോൾ എല്ലാം ഭഗവാൻ തന്നെ വെച്ചു. എന്നെ സ്മരിക്കണമെന്ന് പറഞ്ഞു, എൻ്റെ ശക്തി കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന അവരെ വിജയിക്കണം. ഇതെങ്ങനെ സാധിക്കും? ഭഗവാന്റെ ശക്തിയെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതും സാധിക്കും. അപ്പോൾ അത് സാധിക്കും. എങ്ങനെ സാധിക്കും? ഭക്തിയാമാം അഭിജാന. ഭക്തി കൊണ്ട് ഭഗവാനെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ഈ ശക്തിയെല്ലാം ഈസിയായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ ഭൗതിക ലോകത്തിലെ ഒരു കൃഷ്ണാബോധമുള്ള ഒരു വ്യക്തി എപ്പോഴും കൃഷ്ണസ്മരണയിലുണ്ടാവും. അവർ ചെയ്യുന്ന പ്രവൃത്തി, അല്ലേ? അവർ ചെയ്യുന്ന തപസ്, അവർ ചെയ്യുന്ന ദാനം എല്ലാം എന്തിനായിരിക്കും? ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും. യത്കരോഷി യജ്ഘോഷി യഥാസിയത് യത് തപസ്യസി കൗന്ദേയ തത്പുരുഷ്വ മതർപ്പണം. എനിക്ക് അർപ്പണം ചെയ്യണം. എന്ത് ത്യാഗം ചെയ്യുന്നുവോ അത് എനിക്ക് അർപ്പണം ചെയ്യണം. എന്ത് തപസ് ചെയ്യുന്നുവോ എനിക്ക് അർപ്പണം. എന്ത് ത്യാഗം ചെയ്യുന്നു അത് എനിക്ക് അർപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാം ആർക്ക് അർപ്പിക്കണമെന്ന് പറയുന്നു? ഭഗവാൻ അർപ്പിക്കണം.
അപ്പോൾ ഭൗതിക ലോകത്തിൽ കൃഷ്ണാബോധം ഇരിക്കുന്ന വ്യക്തിയുടെ കോൺഷ്യസ് എങ്ങനെയായിരിക്കും? എല്ലാം ഭഗവാന്റേതാണ്. അപ്പോൾ അത് ആർക്ക് കൊടുക്കണം? എല്ലാം ഭഗവാന് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഭഗവാന് കൊടുക്കാതെ ഉപയോഗിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കള്ളന്മാരാണ്, അല്ലേ? കള്ളന്മാർ മോഷ്ടിച്ചിട്ട് അത് യൂസ് ചെയ്താൽ നമ്മളെന്താണ്? മോഷ്ടാവാണ്. കാരണം വേറെ ആളുടെ സാധനം നമ്മളെടുത്ത് പെർമിഷൻ ഇല്ലാതെ. പക്ഷെ ഞാൻ പോയി ചോദിക്കുകയാണ്, ഞാൻ എടുത്തോട്ടെ, എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എടുത്തോ. ഇപ്പോൾ ഞാൻ എടുത്താൽ അത് മോഷണമാണോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ പെർമിഷനോട് കൂടിയാണ് എടുത്തത്. അതുപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം നമ്മൾ നേരിട്ട് ചോദിക്കാതെ എൻ്റെ ഇഷ്ടത്തിനെടുത്ത് യൂസ് ചെയ്താൽ നമ്മളാരാണ്? പക്ഷേ അത് ഭഗവാൻ അത് എടുത്തിട്ട് തിരിച്ച് ഭഗവാൻ തന്നെ കൊടുത്തു, സമർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ തിരിച്ച് നമുക്ക് തന്നെ തരും. എന്തായിട്ട് തരും? വേണ്ട, നീ വെച്ചോ, ഞാൻ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് നീ എടുത്തോ എന്ന് പറയാം. പ്രസാദം. അപ്പം പ്രസാദേ സർവ്വ ദുഃഖാനി ഹാനിരസ്യോപചാരത്തിൽ എല്ലാ ദുഃഖങ്ങളും നമുക്ക് മാറും, അല്ലേ? പ്രസാദമില്ലെങ്കിൽ ഒരു ദുഃഖവും മാറില്ല. അപ്പോൾ പ്രസാദം ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ എന്ത്? ഇപ്പം ഇനിയൊരു ശ്ലോകം ഉണ്ടല്ലോ, എന്താണ്? മച്ചിത്ത സർവ്വദുഃഖാണി മത്പ്രസാദ കരിഷ്യസ്. എൻ്റെ പ്രസാദമുണ്ടെങ്കിൽ, മച്ചിത്ത, നമ്മൾ ഭഗവാനെ എപ്പോഴും ചിത്തത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്ന മച്ചിത്ത സർവ്വദുഃഖാണി, എല്ലാ ദുഃഖങ്ങളും, സർവ്വദുഃഖാണി മത്പ്രസാദ കരിഷ്യസി, എൻ്റെ പ്രസാദം കൊണ്ട് കരിഷ്യസി ധാരണം ചെയ്യാൻ സാധിക്കും. അതക്ഷേത്വം അഹങ്കാര, അല്ല നമ്മൾ അഹങ്കാരമാണ് കാണിച്ചുവെങ്കിലോ നാ ശ്രോഷയസി വിനംഷ്യസി, വിനാശമുണ്ടാകും, നാശമുണ്ടാകും. അപ്പോൾ നമ്മൾ ഭഗവാന്റെ പെർമിഷൻ ഇല്ലാതെ എടുത്ത് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് നാശമുണ്ടാകും. പക്ഷെ അത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാന് കൊടുത്തിട്ട് ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ അനുഗ്രഹമാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ ജീവാത്മാവായതുകൊണ്ട് മായയിൽ കിട്ടും. മായ ഭയങ്കര സ്ട്രോങ് ആണ്, അല്ലേ? പെട്ടെന്ന് നമുക്ക് എനിക്ക് വേണം, എൻ്റെതാണ് എന്നൊക്കെ തോന്നി തുടങ്ങും. അപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നു, അഹങ്കാരം വരും. ഞാനാണ് നിയന്ത്രിക്കുന്നത്, എൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കുടുംബം നടന്നു പോകുന്നത്, ഞാൻ പറയാതെ ഒന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തായി പോയി? നമ്മുടെ കോൺഷ്യസ്. അതാണ് ഇവിടെ ഓർക്കാനായിട്ട് പറയുന്നത്. ഈ 3 കാര്യം ആര് ജീവിതത്തിലെ ഓരോ പ്രാവശ്യം അങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഓർമ്മ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവനത്തിലിരുന്നാലേ ഉണ്ടാകും. നമ്മൾ ഭഗവത്ഗീത വായിക്കും, ഈ ഫിലോസഫിയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ആരെങ്കിലും പഠിപ്പിച്ച് തരാൻ പറഞ്ഞാൽ പഠിപ്പിച്ചും കൊടുക്കും. പക്ഷെ നമുക്ക് ഓർമ്മ കാണില്ല. എന്തുകൊണ്ട്? പ്രാക്ടീസിലില്ല. അപ്പോൾ ഒരാൾ പ്രാക്ടീസിലിരിക്കുമ്പോൾ, ഒരാൾ സേവനത്തിന് നിരന്തരം ഇരിക്കുമ്പോൾ അറിയാതെ ഓർമ്മ, അല്ലേ? ഒരാൾ പ്രചരണത്തിലിരിക്കുമ്പോൾ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓർമ്മ വരും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ചതുർവിധ ഭജന്തേമാം ജനാസു കൃതിന അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീശ പരദർശക. അപ്പോൾ 4 വിധത്തിലുള്ള ഭക്തന്മാരെനിക്കുണ്ട്. ഭഗവാൻ പറയുന്നു എല്ലാവരും ഒന്നുപോലെ പരിശുദ്ധ ഭക്തനാവില്ല. പക്ഷെ എങ്ങനെയുണ്ട്? എൻ്റെ ഭക്തന്മാരാണ് 4 തരത്തിലുണ്ട്. ഒന്നെന്താണ്? ആർത്തം, അല്ലേ? ആർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നിവർത്തികേട്, ഒരു രക്ഷയില്ല, ഭഗവാനെ വേറെ മാർഗമില്ല, നീ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ സറണ്ടർ ചെയ്യും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ശരി, ഞാൻ അനുഗ്രഹിക്കാം. പക്ഷെ പോയത് എന്തിനാണ്? എനിക്ക് എങ്ങനെയെങ്കിലും ലോണ് ശരിയാക്കിയില്ല, ഇല്ലെങ്കിൽ അയാൾ എൻ്റെ കഴുത്തിൽ കയറി പിടിക്കും, അത് കൊടുത്താൽ എനിക്ക് സമാധാനം ഉണ്ടാവും എന്ന് പ്രാർത്ഥിക്കും ഡെയിലി, ആ ലോണ് ശരിയാകാൻ വേണ്ടി, അല്ലെങ്കിൽ വീട് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കല്യാണം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്തോ ഒരു ആവശ്യത്തിന്. പക്ഷെ ആരുടെ അടുത്ത് പോയി നമ്മൾ? ഭഗവാൻ. അതാണ് നമ്മളെ നല്ല ഗുണം. പക്ഷെ എവിടെയും വേറെ ആരുടെ പോയില്ല, ഭഗവാന്റെ അടുത്ത് പോയി ഭക്തന്മാർ. അതുകൊണ്ട് ഭഗവാൻ ശരി പോട്ടെ, എനിക്ക് ചോദിച്ചത് തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തരാൻ സാധിക്കില്ല എന്നുണ്ടോ? ഭഗവാൻ തരാൻ പറ്റും, അല്ലേ? ഭഗവാൻ തന്നു. പക്ഷെ അവർ ഭഗവാന്റെ ഭക്തനാണ്, അവർ ഭഗവാന്റെ ചെന്ന് ചോദിച്ചു, ഭഗവാൻ കൊടുത്തു. അടുത്ത ആളോ? അർത്ഥാർത്ഥി, ആവശ്യത്തിനധികം വേണം. ഡെയിലി കട തുറക്കുമ്പോൾ തേങ്ങ പൊട്ടിക്കും. തിരുവനന്തപുരത്തിൽ ആ ചാല മാർക്കറ്റുണ്ട്, എല്ലാ മുതലാളിമാരും പോയിട്ട് അവിടെ ഗണപതിക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് എന്നിട്ട് കട തുറക്കുള്ളൂ. എന്തിനാണ് തുറക്കുന്നത്? തേങ്ങ അടിക്കുന്നത്. ഇനി രാത്രി അടിക്കുന്നവരുണ്ട്, പ്രോഫിറ്റ് കണക്കാക്കി രാത്രി തേങ്ങ അടിക്കുന്ന ആൾക്കാർ. രാവിലെ കട തുറക്കുമ്പോൾ കച്ചവടം നന്നായിട്ട് നടക്കണം, രാത്രി കട പൂട്ടിയിട്ട് തേങ്ങ അടിച്ചിട്ട് പോകും. അമ്പലമൊക്കെ അടച്ചു കാണും, എന്തായാലും കൊണ്ടടിക്കും. അതെന്തിനടിക്കുന്നത്? കിട്ടിയ ലാഭത്തിൻ്റെ ഷെയർ കൊടുക്കും, അല്ലേ? അപ്പോൾ അവിടെയും അവർ ഭഗവാനെ സറണ്ടർ ചെയ്യും. അർത്ഥാർത്ഥി,
ഇനിയും വേണം എന്നുള്ള ആവശ്യത്തിനുണ്ട്. എന്നാലും പോരാ. പക്ഷെ അവരും ഭക്തന്മാരാണ്. രാവിലെയും പോയി തൊഴുതു, വൈകുന്നേരവും പോയി തൊഴുതു. ഒരു ഭക്തന്മാരാണ്. ഒരാൾ തൊഴാതെ നടക്കുമ്പോൾ, അമ്പലത്തിലേ പോകാതെ നടക്കുന്നു, അവരെക്കാളും ബെസ്റ്റാണ് അയാൾ പോയി. അടുത്ത കാറ്റഗറി എന്താണ്? ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, എന്തോ പുള്ളിയുടെ ബ്രെയിൻ ഇങ്ങനെ വർക്കായിക്കൊണ്ടേ, എന്തോ ഒരു സത്യമുണ്ട്, എന്തോ ജ്ഞാനം, അത് പഠിക്കണം, ഇത് പഠിക്കണം. അപ്പോൾ ഇനി ഇതൊന്നും പഠിച്ച് റിസർച്ചൊന്നും ചെയ്താൽ പോരാ, അടുത്തത് വേറെ എന്തെങ്കിലും ആധ്യാത്മികം പോകണം. മെറ്റീരിയൽ എല്ലാം പഠിച്ചിട്ട് പതുക്കെ ആധ്യാത്മികത്തിൽ വരും. ഇങ്ങനെ പഠിക്കണം എന്ന് താല്പര്യം, എന്തൊക്കെയോ അറിയാനുണ്ട്. കാരണം അവർ ഒന്നിനും തൃപ്തിപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരാൾക്കാർ ഭഗവാനെ ആശ്രയിക്കും. ജ്ഞാനിമാർ പോയി തപസ് ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇനി ഒരാൾ പരമസത്യത്തിന് അന്വേഷിച്ച് നടക്കും. ഇവർ ഭൗതികമായിട്ടെല്ലാം പഠിക്കാൻ വേണ്ടി ഭഗവാനെ ആശ്രയിച്ചു. പരീക്ഷയ്ക്ക് മുമ്പ് ആൾക്കാർ പറഞ്ഞിട്ടില്ല, വീട്ടിൽ പോയി പെന്ന് പൂജിച്ചിട്ട് വരാൻ പറയും. പെന്ന് കൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട്, കാറ് വാങ്ങിച്ച് കീ കൊണ്ടുവച്ചിട്ടൊക്കെ എടുക്കാൻ പറയും. ഇങ്ങനെ വെക്കാനുള്ളത്. അടുത്തത് ഇതൊന്നുമല്ല പരമസത്യം, ഞാൻ കാണുന്നതൊന്നുമല്ല സത്യം, ഇതിന് മേലെ എന്തൊക്കെയോ സത്യമുണ്ട് എന്നവർക്ക് മനസ്സിലാവും. കാരണം അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ചന്ദ്രൻ എങ്ങനെയാണ് ഒരു തേങ്ങ എടുത്തിട്ടാലോ അല്ലെങ്കിൽ ആപ്പിൾ എടുത്ത് പുറത്തിട്ടാലോ താഴെ നിന്ന് വീഴുന്നു. പക്ഷേ ഇത്രയും ഭാരമേറിയ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്നു. ഇതാരാ കൺട്രോൾ ചെയ്യുന്നു? അവർ ചിന്തിക്കും, അവർക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതാരാ ഉണ്ടാക്കി. അപ്പോൾ വിചാരിക്കും പ്ലെയിനിൽ എഞ്ചിനൊക്കെ വെച്ചു, അതുകൊണ്ട് അതിങ്ങനെ പറന്നു പോകുന്നു. ഈ കൊതുകിന് ആരാ എഞ്ചിൻ വെച്ചത് പറക്കാനായിട്ട്? ആരായിരിക്കും അല്ലേ? ഇനി എല്ലാത്തിനും ഹൃദയമുണ്ട്. ഇവരുടെ ഹൃദയം എവിടെ? ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കൊതുകിൻ്റെ ഹൃദയം എത്ര ഉണ്ടാവും, അതിൻ്റെ ഹൃദയത്തിനകത്ത് ഭഗവാൻ എത്ര ഉണ്ടാവും? ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ച് പരമസത്യത്തിനെ മനസ്സിലാക്കണം എന്നൊരു ഡിസയർ അവർക്കുണ്ടാകും. അവരും ഭക്തനാണ്. പക്ഷേ ഇവിടെ ഈ 4 പേരും ഭക്തന്മാരാണ്. പക്ഷെ 4 പേരും ഫുള്ളി സറണ്ടർ ചെയ്ത പ്യുവർ സോളാണ്, പരിശുദ്ധാത്മാക്കളല്ല. ഭൗതിക ലാഭം അവരുടെ ആഗ്രഹം തീരാൻ വേണ്ടി ഭഗവാനെ ശരണം പ്രവർത്തിച്ചു. ഇനിയൊരു കൂട്ടരാണ് ഭക്തന്മാർ. ആ ഭക്തന്മാർ ഭൗതികമായിട്ട് ഒരാഗ്രഹമുണ്ട്, അത് ഭഗവാൻ തന്നു, പോയാൽ പോയി, എനിക്കെന്താ, ഞാൻ ജീവിക്കും. എങ്ങനെ ജീവിക്കും? കൃഷ്ണാവബോധത്തോട്. ഇതാണ് അവരുടെ ആഗ്രഹം. കാരണം എത്രയോ ജന്മം കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇനിയും പോയില്ലെങ്കിലോ പെട്ടുപോകില്ലേ? മണ്ടനായി പോകും, മണ്ടനായി പോകും. കാരണം എത്ര ജന്മം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഈ ജന്മം നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലോ പോയില്ലേ, കംപ്ലീറ്റ് വേസ്റ്റായി. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര കെയർഫുള്ളായി. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പദം വിപദം നിർദ്ദേശം. ഭക്തന്മാർ ഓരോ സ്റ്റെപ്പിലും കെയർഫുള്ളായിട്ടിരിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും മരണം വരാം, എനി ടൈം വരാം. പക്ഷെ ഞാൻ കെയർഫുള്ളായിരിക്കണം. ഈ ജന്മം എനിക്ക് പാഴായി പോകരുത്, ഈ ജന്മം തന്നെ എനിക്ക് തിരിച്ച് പോകാൻ്റെ അടുത്ത് പോകണം. അഥവാ തെറ്റിപ്പോയാൽ വല്ല സ്വർഗത്തിൽ പോയി ജനിച്ച അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിൽ നമുക്ക് ജനിച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല അല്ലേ? നമ്മുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം സഹിക്കാൻ പറ്റുന്നില്ല. സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിൽ പ്രശ്നമുണ്ടോ? സ്വർഗത്തിൽ ഹാപ്പിയാണോ? ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഉണ്ടോ? ഇല്ല, ഉണ്ട് അല്ലേ? എന്ത് പ്രശ്നമുണ്ടോ അവിടെ? ആഹാരം കിട്ടില്ലേ? അസുരന്മാർ വരും, അടിച്ചു ഓട്ടിക്കും. വീട്ടിലിരിക്കുന്ന അസുരന്മാരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ദ്രനെ വരെ അടിച്ചു ഓട്ടിക്കും. ഇന്ദ്രന് അസുരനെ കണ്ട് പേടിച്ച് ഓടിയിട്ടുണ്ട് അല്ലേ? അസുരൻ്റെ ശംഖ് വിളി കേട്ടിട്ട്, മഹാബലി ചക്രവർത്തിയുടെ ശംഖ് വിളി. മഹാബലി ചക്രവർത്തി ഭക്തനാണ്, പക്ഷെ എന്നാലും അസുരവംശത്തിൽ വന്നു, അസുരനല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശംഖ് വിളി കേട്ടിട്ട് ഇന്ദ്രൻ പേടിച്ചു. ഇന്ദ്രൻ പേടിച്ച് അവിടെ നിന്ന് ഓടണമെങ്കിൽ ഇന്ദ്രന് ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലയോ? ഉണ്ടായി. ഹിരണ്യഹിഷ്ണുവിനെ കണ്ടിട്ട് ഇറങ്ങി ഓടി. അപ്പോൾ ഇന്ദ്രനും പ്രയാസമാണ്, അവിടെ ആരും സമാധാനത്തിലൊന്നുമില്ല. പക്ഷെ അവർ സന്തോഷിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ലൈഫ് സ്പാൻ എത്രയാണ്? കൂടുതലാണ്. ഒരുപാട് കാലം അവർക്ക് ജീവിക്കാം. ഈ 100 വർഷം ജീവിക്കാൻ പെട്ട പാടെന്ന് പറയും. ആരുടെങ്കിലും ഇനിയും ജനിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, പബ്ലിക് പ്രോഗ്രാമിൽ പോയി ചോദിച്ചാൽ മതി. വലിയ ആൾക്കാരുണ്ടാവും. ആർക്കെങ്കിലും ഇനി ജനിക്കണോ, ഈ കുടുംബത്തിൽ ജനിക്കണോ എന്ന് ചോദിച്ചാൽ ചിരിച്ചിട്ട് മിണ്ടാതിരിക്കും. അപ്പോൾ മനസ്സിലാവും ആർക്കും വേണ്ട. ചിലർ കൈ വെക്കും, വേണ്ടാന്ന് പറയും. പക്ഷെ ചിലർ ചിരിച്ചിട്ടിരിക്കും. അപ്പോൾ എന്താണ് അർത്ഥം? വേണ്ട, മതിയായി, ഇനി ജനിക്കണ്ട അല്ലേ? അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ ടെമ്പററിയാണ്, പ്രശ്നമുള്ള ലോകമാണ്, ഇവിടെ നിന്ന് ഭഗവാന്റെ അടുത്ത് പോകണം. പക്ഷെ നമ്മൾ എന്തോ വിട്ടുപോകുന്നു. എന്ത് വിട്ടുപോകുന്നു? ഈ 3 കാര്യം സ്മരിക്കാൻ വിട്ടുപോകും. ഈ 3 കാര്യത്തിൻ്റെ സ്മരണ ഇല്ലെങ്കിൽ
നമ്മൾ ഓട്ടോമാറ്റിക്കായി തിരിച്ചും വന്ന് ഈ ലോകത്ത് ജയിക്കണം. എന്തൊക്കെയാണ് 3 കാര്യം? ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും യജ്ഞങ്ങളുടെയും നിയന്താവ് ആര്? ഭഗവാൻ. അപ്പോൾ ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രിഗുണം അല്ലേ? ആ ത്രിഗുണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനിയൊരു ശ്ലോകത്തിൽ പറയും ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഗിജാനാതി കർമ്മഭിർ നസപദ്യത്തെ എന്ന് പറയുന്നത്. കർമ്മങ്ങളെയും എന്നെ ബാധിക്കുന്നില്ല, കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് കർമ്മഫലേ ചെയ്യുന്നില്ല, എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. അപ്പോൾ ആരെ കർമ്മങ്ങൾ ബാധിക്കുന്നില്ല? ഭഗവാന് എന്തെങ്കിലും കർമ്മമുണ്ടോ? എന്തെങ്കിലും കർമ്മത്തിൻ്റെ റിസൾട്ട് ഉണ്ടോ? ഭഗവാൻ ഒരാളെ കൊന്നു, ഇനി അടുത്ത ജന്മത്തിൽ കൃഷ്ണൻ വന്ന് ജനിച്ച് അയാൾ തിരിച്ച് കൃഷ്ണനെ കൊല്ലണോ? അങ്ങനെ ഒരു കർമ്മമുണ്ടോ? ഇല്ല. ഭഗവാൻ ഒരു കർമ്മവുമില്ല. പക്ഷെ ഇനി അതേപോലെ ഇവിടെ പറയുകയാണ്, ആ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന വ്യക്തികൾക്കും കർമ്മമില്ല. ആർക്കും കർമ്മമില്ല? ഭഗവാന് കർമ്മമില്ല, ഭഗവാന്റെ ഭക്തന്മാർക്കും കർമ്മമില്ല. ഭഗവാന്റെ ഭക്തൻ ഒരാളെ കൊന്നാൽ, ഒരാളെ ശപിച്ചാൽ അവർ രക്ഷപ്പെടും. നാരദമുനി ശപിച്ചു. എന്ത് ശപിച്ചു? മരമായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നാരദമുനി വന്ന് മരമായിട്ട് ജനിച്ചോ? കർമ്മം ഉണ്ടായോ? ഇല്ല. പക്ഷേ ആ ഭക്തൻ എന്തായി? ആ വ്യക്തിക്ക്, ശപിച്ച വ്യക്തിക്ക് ബെനിഫിറ്റായി. കൃഷ്ണൻ നേരിട്ട് വന്ന് തൊട്ടനുഗ്രഹിച്ചു. അപ്പോൾ ഭഗവാനും കർമ്മമില്ല, ഭഗവാന്റെ ഭക്തന്മാർക്കും കർമ്മം ബാധിക്കില്ല. കാരണം ഇവർ രണ്ടുപേരും ത്രിഗുണത്തിന് അതീതമായ വ്യക്തികളാണ്. അവർക്ക് രണ്ടുപേർക്ക് എന്ത് അഫക്റ്റ് ചെയ്യില്ല? ത്രിഗുണം അവരെ ബാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരും അത്ര എളുപ്പമായിട്ട് ത്രിഗുണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ത്രിഗുണം ഭയങ്കര അപകടമാണ്, ഭയങ്കര പവർഫുള്ളാണ്. ധ്രുവ മഹാരാജ് എത്ര വയസ്സിലാണ് തപസ് ചെയ്തത്? 5 വയസ്സിൽ. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ധ്രുവചരിതം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട്? 5 വയസ്സ് കുട്ടിക്ക് എങ്ങനെയാണ് ഈ വൈരാഗ്യം വന്നത്? 5 വയസ്സിൽ അമ്മയുടെ ചെന്ന് ചോദിച്ചു. എന്താണ്? 2 അമ്മമാർ, സുനീതി, സുരീഷ്, 2 പേരുണ്ട്. അപ്പോൾ ഉത്താനപാത രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു. മടിയിൽ മൂത്ത അമ്മയുടെ മകനാണ് ഈ ധ്രുവ മഹാരാജ്. അമ്മയുടെ മടിയിൽ പോയി ഇരിക്കാൻ പോയി. അപ്പോൾ 2ാനമ്മ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ദേഷ്യത്തിൽ പിടിച്ച് തള്ളി, നിനക്ക് അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള അർഹതയില്ല. ഇനി അഥവാ നിനക്ക് ഇരിക്കണമെങ്കിൽ നീ ഇനിയൊരു ജന്മം എൻ്റെ മകനായിട്ട് ജനിക്കണമെന്ന് പറയും. എങ്കിലും നിനക്ക് അച്ഛൻ്റെ മടിയിൽ, അതായത് മൂത്ത അമ്മയ്ക്ക് ജനിച്ചിട്ട് പറ്റില്ല, എൻ്റെ മകനായിട്ട് ജനിച്ചാൽ നിനക്ക് യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞ് തള്ളി ഇറങ്ങി. ക്ഷത്രിയ കുട്ടിയാണ്, അങ്ങനെയൊന്നും പോകില്ല. സാധാരണ എന്താ ഭയങ്കര ദേഷ്യം. ഗുരുമാരെ ചുണ്ടൊക്കെ കിടന്ന് വിറയ്ക്കും, മുഖമൊക്കെ വിറച്ചിട്ട് അങ്ങനെ ദേഷ്യത്തിൽ പറയും. നേരെ അമ്മയുടെ കരഞ്ഞിട്ട് പോകും. എനിക്ക് അച്ഛൻ്റെ മടിയിൽ എന്തായിരിക്കാൻ പറ്റും? അമ്മ കരഞ്ഞിട്ട് പാവം എന്ത് ചെയ്യും? അവർ കരഞ്ഞിട്ട് പറയും, അവർ പറഞ്ഞത് ശരിയാണ്, നീ ഇനിയൊരു ജന്മം അവരുടെ മകനായിട്ട് ജനിച്ചാൽ നിനക്ക് അവരുടെ മടിയിൽ ഇരിക്കാം. ആ അമ്മ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിനക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ മകനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു. എന്താ മാർഗം? ഇനി ഞാൻ അച്ഛൻ്റെ മടിയിൽ, അത് ഇനി നാരായണൻ വിചാരിച്ചാൽ, ഭഗവാൻ എന്നോട് പറയില്ല എന്തെങ്കിലും പ്രശ്നമാണ്, ഇനി ഭഗവാൻ വിചാരിച്ചാൽ നടക്കുള്ളൂ, എനിക്കൊന്നും അറിയില്ല. ഭഗവാൻ എവിടെയുണ്ട്? അത് കാട്ടിൽ പോയാൽ കാണാം. കൊച്ചുകുട്ടിയാണ് ചോദിക്കുന്നത്, എവിടെ ഉണ്ടാകും? കാട്ടിൽ പോയാൽ കാണാം. കാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? തപസ്സിരിക്കണം. തപസ്സിരുന്നാൽ കാണാൻ പറ്റുമോ? ആ കാണാൻ പറ്റും. ഒന്നും പറഞ്ഞത് അമ്മ നില്ലെന്ന് പറയുന്നത് പോലും കേട്ടില്ല, ഇറങ്ങിപ്പോ. കാരണം ആരാണ്? ഉള്ളിൽ എന്ത് ബ്ലഡാണ്? ക്ഷത്രിയ ഗുണമാണ്. അപ്പോൾ ആ 3 ത്രിഗുണം, ക്ഷത്രിയൻ്റെ ഗുണമുണ്ട്, പാഷനേറ്റാണ്, പറഞ്ഞാലൊന്നും കേൾക്കില്ല. സാത്വിക കുട്ടിയാണെങ്കിൽ കരഞ്ഞിട്ട് അമ്മയുടെ മടിയിൽ കിടന്ന് പോകണം. ഇത് പറഞ്ഞാൽ കേൾക്കില്ല, വിചാരിച്ച് നടത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ കാട്ടിലിറങ്ങിപ്പോയി. പോയപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ തപസ് ചെയ്യാനുള്ള ആ കുട്ടിക്ക് ആ ക്വാളിറ്റി ഉണ്ടോ? പരീക്ഷണം നടക്കും പലപ്പോഴും ഭക്തന്മാർക്ക്. അപ്പോൾ നാരദമുനി എന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞ് വീട്ടിൽ വിടാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കാട്ടിലാണ്. എന്തിനാണ് ഇവിടെ വന്നത്? അത് അച്ഛൻ്റെ മടിയിരിക്കണം. അച്ഛൻ്റെ മടിയിരിക്കണമെങ്കിൽ അച്ഛൻ്റെ മടിയിരിക്കണം. പക്ഷെ ഇവിടെ എന്തിനാണ്? അത് ഭഗവാൻ വിചാരിച്ചാലും നടക്കുള്ളൂ, ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞു. നാരായണനെ. ഭയങ്കര സന്തോഷമായി. 5 വയസ്സ് കുട്ടി കാട്ടിലിറങ്ങി. നാരദമുനിക്ക് ഉള്ളിൽ സന്തോഷം. പക്ഷെ പറഞ്ഞു, ഇവിടെ കാട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, വന്യമൃഗങ്ങളൊക്കെ വരും, അതൊക്കെ നിന്നെ അറ്റാക്കി പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവരും. എന്ത് വന്നാലും ശരി തന്നെ ഞാൻ ഭഗവാൻ വിഷ്ണുവിനെ കണ്ടിട്ടേ പോകും. ഭയങ്കര ഡിറ്റർമിനേഷൻ. അതുകൊണ്ടാണ് ആചാര്യാസിനും ഭഗവാനും എല്ലാവർക്കും ആ ചരിതം ഭയങ്കര ഇഷ്ടം.
കൃഷ്ണനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. 5 വയസ്സ് കുട്ടിയുടെ വൈരാഗ്യം അല്ലേ. എന്നിട്ട് ആ കുട്ടി 7 ദിവസം തപസ് ചെയ്തു, 7 മാസം തപസ് ചെയ്തു. ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷമായിട്ട് നേരിട്ടിറങ്ങി. ഇറങ്ങി വന്നിട്ട് ഭഗവാന്റെ കയ്യിൽ 2 ആയുധങ്ങളുണ്ട്. ഒന്നെന്താണ് മെയിനായിട്ട് ശംഖും ചക്രം. ചക്രം വെച്ച് ആരെ കൊല്ലും? അസുരന്മാരെ കൊല്ലും. ശംഖ് എന്തിനാ ചെയ്യുന്നത്? ഭക്തന്മാരെ അനുഗ്രഹിക്കും. പ്രഹ്ലാദ മഹാരാജിൻ്റെ തലയിൽ ശംഖ് വെച്ച് അനുഗ്രഹിച്ചു. ഭക്തി ഉണ്ടാകട്ടെ. അതെങ്ങനെ ഈ ധ്രുവ മഹാരാജിനെ എങ്ങനെയാണ് കിട്ടിയത് ഇത്രയും പെട്ടെന്ന് അനുഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരദ മുനിയുടെ സംഘം, അസോസിയേഷൻ. അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല. നാരദ മുനിയുടെ ദർശനം എടുത്തതുകൊണ്ട്, വൈഷ്ണവ ദർശനം, സാധുസംഘ സർവശാസ്ത്രഭയ ലവമാത്ര സാധുസംഘ സർവസിദ്ധി. കുറച്ച് സമയമേ സാധുക്കളുടെ സംഘം കിട്ടിയുള്ളൂ. ആരുടെ സംഘം? നാരദ മുനിയുടെ. ഇമ്മീഡിയറ്റായിട്ട് ചേഞ്ചായി. അതുകൊണ്ട് ഭഗവാൻ ഡയറക്റ്റായിട്ട് അനുഗ്രഹിച്ചിട്ട് എന്ത് കൊടുത്തു? വൈകുണ്ഠ ലോകം തന്നെ കൊടുത്തു. സാധാരണ സ്വർഗമോ വേണമെങ്കിൽ അച്ഛനെ പോലെ ഒരു പ്ലാനറ്റ് ഭൂമിയിൽ നീ രാജാവായിട്ടാക്കാം. അതൊന്നും ചെയ്യില്ല. നിനക്കൊരു ഈ ലോകമൊന്നും വേണ്ട, ഇതിനേക്കാൾ ബെസ്റ്റായിട്ട് വൈകുണ്ഠ ലോകം. ധ്രുവ നക്ഷത്രം പറഞ്ഞാൽ അത് സാധാരണ ഗ്രഹങ്ങളുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ബ്രഹ്മജ്യോതിസ്, അതിൻ്റെ തൊട്ടടുത്താണ് വൈകുണ്ഠം, അതിൻ്റെ തൊട്ടടുത്താണ്, അതിൻ്റെ മേലെയാണ് ഗോലോകവൃത്താവളം. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിലേക്കാളും ഏറ്റവും ഉപരിയായിട്ടിരിക്കുന്ന ഗ്രഹം, ഏത് പ്രളയം വന്നാലും നശിച്ചു പോകാത്ത ഒരു ഗ്രഹമാണ് ഏത് ഗ്രഹം? ധ്രുവനക്ഷത്രം. അവിടെ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും, ഭഗവാൻ എപ്പോഴും. അതുകൊണ്ടാണ് അതിന് വൈകുണ്ഠ ലോകം പോലെ. വൈകുണ്ഠ ലോകത്തിൽ എന്തൊക്കെ ഐശ്വര്യമുണ്ടോ എല്ലാ ഐശ്വര്യം ഇവിടെ ഉണ്ട് ധ്രുവ പ്ലാനറ്റിലാണ്. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചു. പക്ഷേ ഇത് കൊടുത്തപ്പോൾ ധ്രുവ മഹാരാജ് പറഞ്ഞു, ഇത് വേണ്ട ഭഗവാൻ, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഭഗവാനെ കണ്ടുകൊണ്ടേയിരുന്നാൽ മതി. പക്ഷെ വന്നത് എന്തിനാണ്? അച്ഛൻ്റെ മടിയിലിരിക്കുക. ഇതുപോലെ ഒരു ആഗ്രഹം, ഞാൻ അച്ഛൻ്റെ മടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രാജാവാണ് നെക്സ്റ്റ്, അതാണ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ഗ്രഹം തന്നെ കൊടുത്തു. അത് കൊടുത്തിട്ട് ഇപ്പം എന്ത് പറയുന്നു? ഇത് വേണ്ട, എനിക്ക് ഭഗവാൻ. പക്ഷെ ഭഗവാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ച് എത്രയോ കാലം ഇവിടെ രാജാവായിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് ആർക്കെങ്കിലും കിട്ടുമോ? ഭഗവാനെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞു. അതേ ഭക്തൻ, അപ്പോൾ ത്രിഗുണത്തിനെയൊക്കെ വിജയിച്ച ഒരാൾക്ക് മാത്രമേ ഒരു പരിശുദ്ധ ഭക്തനെ കിട്ടത്തുള്ളൂ. ആരെ? നാരദ മുനിയെ പോലെ ആചാര്യനെ നേരിട്ട് കാണാൻ പറ്റും. അവരുടെ ദീക്ഷ കിട്ടത്തുള്ളവരെയൊക്കെ. ഇപ്പോൾ അതിനേക്കാളും ഉപരിയായിട്ട് ആരെ കാണാൻ പറ്റി? ഭഗവാനെ നേരിട്ട് കണ്ടു. അപ്പോൾ മായ പിടിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയെ പിടിച്ചു. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടാനമ്മ സുരീച്ചിക്കൊരു മകനുണ്ട്, ഉത്തമൻ. ഈ ഉത്തമൻ രണ്ടുപേര് രാജാവായി. ഉത്തമൻ ഭൂമി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ധ്രുവ മഹാരാജ് ധ്രുവ പ്ലാനറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഉത്തമനും ഗന്ധർവന്മാരുടെ കൂടെ ഒരു യുദ്ധം നടന്നപ്പോൾ ഗന്ധർവന്മാർ യുദ്ധത്തിൽ കൊന്നുകളയും. ആരെ? ഉത്തമനെ കൊന്നുകളയും. ഉത്തമനെ കൊന്നപ്പോൾ പക്ഷെ അതിന് റീസണില്ല, ഒരു വാലിഡ് റീസണില്ല. ഒരു കറക്റ്റായിട്ട് ഒരു റീസണോട് കൊന്നിരുന്നെങ്കിൽ അത് ഇതാൾ തെറ്റ് ചെയ്തു, അല്ലെ കൊന്നു എന്ന് പറയാം. കാരണമില്ലാതെ ഒരവസ്ഥയിൽ അവർ കൊന്നു. അതുകൊണ്ട് ധ്രുവ മഹാരാജ് ഭയങ്കര ദേഷ്യം വന്ന് ഈ ഗന്ധർവന്മാരുടെ കൂടെ, ജയ് ശ്രീ ശ്രീരാത്മ, ഈ ഗന്ധർവന്മാരുടെ കൂടെ യുദ്ധം ചെയ്തിട്ട് കംപ്ലീറ്റ് യക്ഷന്മാരെ കംപ്ലീറ്റ് പോകും. ഒന്ന് തള്ളി, ആയിരക്കണക്കിന് ഓരോ അസ്ത്രമെടുത്ത് മന്ത്രം പറയുമ്പോൾ മഴ പോലെ വരുന്നു. യക്ഷന്മാരെല്ലാം ചത്തു ഒടുങ്ങുന്നു. അപ്പോൾ സഹിക്കില്ല, അത്രയും കുന്നോളം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ധ്രുവ മഹാരാജ് ചെയ്തുകൊണ്ട് അവസാനം നാരായണാസ്ത്രമുണ്ട്. നാരായണാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ്, എല്ലാം തീരും. അതും കൂടെ എടുത്തപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ആര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞു ചെയ്യരുത്. അല്ല, സ്വയംഭൂമനു എന്ന് പറയും. ഒരാൾ ചെയ്ത തെറ്റിന് മൊത്തം രാജ്യത്തിന് എന്തിനാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്? ശരിയല്ലേ? ഒരു യക്ഷൻ ചെയ്ത തെറ്റ് അതിനുവേണ്ടി എന്ത് ചെയ്ത് ആ വംശം മുഴുവനും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പലപ്പോഴും പ്രഭുപാദ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. പലപ്പോഴും രാജ്യത്തിൽ ഇതാണ് വേൾഡ് വാർ സെക്കൻഡൊക്കെ നടന്നതൊക്കെ എങ്ങനെയാണ്? ഒരു പ്രിൻസസിനെ എവിടെയോ ഏതോ രാജ്യത്തിൽ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആ രാജ്യത്തിൽ അയാളെ പോയി കൊന്നിരിക്കണം. പക്ഷേ എന്ത് ചെയ്തു? അവിടെ വലിയ 2 രാജ്യങ്ങൾ തമ്മിൽ ടീം ചേർന്ന് യുദ്ധം തന്നെ ആരംഭിച്ചു. ഒരാൾ ചെയ്തത്.
ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ ആ രാജ്യത്തിൽ കലാപമുണ്ടാകും. രാജ്യത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ പലരും മരിക്കും. ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ മതി, ഒരാളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റിയാൽ മതി, പട്ടു പിടിച്ചാൽ മതി, കംപ്ലീറ്റ് ആൾക്കാർ. അപ്പോൾ ഇത് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്ന് ആര് പറയുന്നു? അപ്പോൾ അങ്ങനെ എന്താ പറയുക, കംപ്ലീറ്റ്. അപ്പോൾ ഈ സ്വയംഭൂ മനു വന്നിട്ട് പറയും നീ അങ്ങനെ ചെയ്യരുത്. പക്ഷേ ഇമ്മീഡിയറ്റായിട്ട് കേട്ടു. ആര് കേട്ടു? ധ്രുവ മഹാരാജ്. കാരണം അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. അസുരന്മാരാണെങ്കിൽ കേൾക്കില്ല. ഭക്തന്മാരെന്ത് ചെയ്യും? ഒരു നല്ല അഡ്വൈസ് തരുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട്, കാരണം അവിടെ പറയുന്നത് കാരണമുണ്ട്. ഒരു സാധുവാണ് ഇദ്ദേഹം. ആരാണ്? ധ്രുവ മഹാരാജ് എന്ന് വെച്ചാൽ ഭക്തനാണ്. ഭക്തൻ എപ്പോഴും കാരുണ്യം കാണിക്കണം, മറ്റുള്ള വ്യക്തികളുടെ അടുത്ത് കാരുണ്യം കാണിക്കണം. പക്ഷെ ഇപ്പോൾ ഇത് കാരുണ്യമില്ലാതെ എല്ലാവരെയും കൊന്നു തരും. അങ്ങനെ ചെയ്യാമോ? ഒരു മൃഗം മറ്റൊരു മൃഗത്തിനെ കൊന്നു തിന്നും, അത് മൃഗമായതുകൊണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ ഇനി ഒരു മനുഷ്യനെ കൊന്നു തിന്നുമോ? തിന്നില്ല. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൊന്നു തള്ളിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് കൊന്നു തരാം. അപ്പോൾ ഒരാളുടെ ദേഷ്യം, ആവശ്യത്തിന് അധികമായ ദേഷ്യമുണ്ടായാൽ അയാൾ നശിച്ചു പോകും, അയാൾ നരകത്തിൽ പോകും എന്നും പറയും അവിടെ. അപ്പോൾ ദേഷ്യം എന്താണ്? ആ ദേഷ്യം ഭഗവാൻ തന്നിട്ടുള്ളതാണ്. പക്ഷെ അത് ഭക്തിയുടെ സേവനത്തിൽ യൂസ് ചെയ്യാം. ദേഷ്യം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. എന്തിനു യൂസ് ചെയ്യാം? ഭഗവത് സേവനത്തിൽ യൂസ് ചെയ്യാം. അങ്ങനെ ആര് യൂസ് ചെയ്തു ദേഷ്യം? ഭഗവത് സേവനത്തിൽ ഹനുമാൻ യൂസ് ചെയ്തു, അല്ലേ? ലങ്കയെ മൊത്തം കത്തിച്ചു, അസുരൻ്റെ സ്ഥലത്തിന് മൊത്തം ഭഗവാനെതിരായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? ലങ്ക മൊത്തം കത്തിച്ചു അസുരൻ. അപ്പോൾ ദേഷ്യം യൂസ് ചെയ്യാം, അതാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ അതേ ദേഷ്യം നമ്മൾ എവിടെ എടുത്തുകൊണ്ട് പോകും? നരകത്തിലോട്ട് എടുത്തുകൊണ്ട് പോകും എന്ന് പറയും. അപ്പോൾ ഇവിടെ മനു പറഞ്ഞപ്പോൾ ഒരു ആർഗ്യുമെൻറ്റും ഇല്ലാതെ സറണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് ഈ ഡിവോട്ടിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിവോട്ടി എന്ന് പറയുമ്പോൾ എല്ലാ ജീവാത്മാക്കളെയും ഭഗവാന്റെ അംശമാണ്. അവർക്ക് ഉപദ്രവിക്കരുത്, അവരെ കൃഷ്ണാബോധം കൊടുക്കണം എന്നുള്ള ചിന്ത ആർക്കുണ്ടാവണം? ഭക്തന്മാർക്കുണ്ടാവണം. അല്ലെങ്കിൽ പ്രതികാരം തീർക്കണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ നടക്കരുതെന്നാണ്. അപ്പോൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലിരുന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിട്ടു നിൽക്കുന്ന വ്യക്തി ത്രിഗുണത്തിൽ നിന്ന് വിട്ടു നിൽക്കും. ഭൗതിക ആഗ്രഹങ്ങളും ഒന്നുമില്ലാതെ ഡിറ്റാച്ച്ഡായിട്ടിരുന്ന് ഭഗവാനെ സേവനം ചെയ്താൽ നമുക്ക് ത്രിഗുണത്തിൽ നിന്ന് പുറത്തു വരാം. സത്വ രജോ തമോ ഗുണവും നമ്മൾ അഫക്റ്റില്ല. അങ്ങനത്തെ വ്യക്തിയാണ് ആരൊക്കെയാണ്? നാരദമുനിയും വ്യാസദേവനും അങ്ങനെയൊക്കെയുള്ളത്. മറ്റുള്ളവരെല്ലാവരും ഏതിൽ പെടും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത്രയും ഉത്തമമായ ഭക്തൻ പോലും എന്ത് വിട്ടുപോയി? ത്രിഗുണത്തിൽ പെട്ടിട്ട് അവർ റോങ്ങായിട്ട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ വേറൊരു ഭക്തൻ വന്ന് അത് ഓർമ്മിപ്പിച്ചു, അത് ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അവർ എന്തായി? അതിനെ ഇമ്മീഡിയറ്റായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഭക്തിയോഗം ഭക്തന്മാരുടെ അസോസിയേഷൻ കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് ഭക്തന്മാരുടെ അസോസിയേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു തെറ്റ് ചെയ്യും, ഒരു തെറ്റായ പ്രവൃത്തിയിൽ പോകുമ്പോൾ അവർ നമ്മളെ കറക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ അസോസിയേഷൻ ഇല്ലെങ്കിൽ ആര് പറഞ്ഞു തരും നമുക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന്? പറഞ്ഞു തരുമായിരിക്കും. നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് പൃഥു മഹാരാജ്. പൃഥു മഹാരാജ് വേറെ ആരുമല്ല, വേന ചക്രവർത്തിയാണ്. ഈ വേന ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരനാണ്, എത്തീസ്റ്റാണ്, നിരീശ്വരവാദി. ഒരു തരത്തിലും യജ്ഞം ചെയ്യില്ല. യജ്ഞം ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ഭഗവാൻ വിഷ്ണുവിനാണ്. പക്ഷേ വേന ചക്രവർത്തി ഒരു യജ്ഞം ചെയ്യില്ല, യജ്ഞം ചെയ്യാൻ സമ്മതിക്കുകയുമില്ല ബ്രാഹ്മണന്മാർ. അങ്ങനെ കംപ്ലീറ്റ് ദാരിദ്ര്യമായി, ഫെമൈനായി, കംപ്ലീറ്റ് വെള്ളമില്ല, എല്ലാം ഭൂമിയെല്ലാം വരണ്ടിട്ട് ഒരു തരത്തിലും കൃഷിയില്ല, വെള്ളമില്ല, രത്നങ്ങൾ വരുന്നില്ല, ആറ്റിൽ വെള്ളമില്ല, എല്ലാം മഴ പെയ്യുന്നില്ല. അപ്പം ബ്രാഹ്മണന്മാർക്ക് മനസ്സിലായി ഇതിൻ്റെ കാരണം എന്താണ്? വിഷ്ണുവിനെ മറന്നാൽ മഴ പെയ്യില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയില്ലെങ്കിൽ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ നദികളുള്ളത് എവിടെയാണ്? കേരളത്തിൽ. എത്ര എണ്ണം ഉണ്ട്? 44 44. ഇപ്പോൾ എത്ര എണ്ണത്തിൽ വെള്ളമുണ്ട്? വെള്ളമില്ല. പല നദികളിലും വെള്ളമില്ല. ഭാരതപ്പുഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി അഥവാ വെള്ളം വന്നാൽ എങ്ങനെ വരും? മ്യാൻമാറിലൊക്കെ നടന്നുകൊണ്ടിരിക്കും ഭൂമി വിടുക. ഭൂമി ഇങ്ങനെ ഒന്ന് കൈയിട്ട് ഉടഞ്ഞാൽ മതി, തീർന്നു നമ്മുടെ അഹങ്കാരമൊക്കെ. വാനോളം ബിൽഡിംഗ് കെട്ടി വെച്ചിരിക്കുകയാണ്,
പക്ഷേ ഭൂമി ഒന്ന് അനങ്ങിയാൽ മതി, തീർന്നു, എല്ലാം പോയി, നമ്മുടെ അഹങ്കാരം എല്ലാം പോയി. ആയിരക്കണക്കിന് ആൾക്കാർ ചെയ്യും കെട്ടി വെച്ചിരിക്കുന്ന ബിൽഡിംഗ് പോവും, പൈസ പോവും, അടുത്ത രാജ്യൻ്റെ അടുത്ത് പിന്നെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കണം. കഴിക്കാൻ തരുമോ, ഉറങ്ങാൻ സ്ഥലം തരുമോ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഭഗവാന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്താൽ, ഭഗവാനെ മറന്നാൽ ഉറപ്പാണ് ഇത് തന്നെ സംഭവിക്കും. പക്ഷേ പൃഥു മഹാരാജിൻ്റെ കാലഘട്ടത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു, പെർഫെക്റ്റായിരുന്നു. യുധിഷ്ഠിര മഹാരാജ് ഭരിച്ച കാലത്ത് എല്ലാവർക്കും ഒരു തരത്തിലും ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും വന്നില്ല, ഒന്നുമേ ഒന്നുമില്ല. ധ്രുവ മഹാരാജ് ഭരിച്ച കാലത്ത് ഒരു പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്, കള്ളന്മാർ പോലും ഇല്ല. എന്തെങ്കിലും സാധനം കിടന്ന് സ്വർണ്ണമൊക്കെ അവിടെ തന്നെ കിടന്നു, ആരും എടുത്തോണ്ട് പോയില്ല. യുധിഷ്ഠിര മഹാരാജ് രാജസൂയ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഹിമാലയ പർവ്വതത്തിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്വർണ്ണം ഇങ്ങനെ കൂമ്പാരം പോലെ കിടക്കും. എന്താണ്, ഒരു യജ്ഞം നടന്നിട്ട് യജ്ഞത്തിൻ്റെ ബാലൻസ് സാധനങ്ങളാണ് അവിടെ കിടന്നത്, പാത്രങ്ങളും സ്വർണ്ണങ്ങളെല്ലാം. ഭീമൻ അത് പിറക്കിക്കൊണ്ടിരിക്കും അടുത്ത യജ്ഞം നടത്താൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്നു, ആരും തൊട്ടില്ല. എന്തുകൊണ്ട്? എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാർ, എത്ര ലാഭസന്തുഷ്ട, എന്ത് കിട്ടുന്നോ അതുകൊണ്ട് ഞാൻ സന്തോഷിക്കാം എന്നുള്ള വ്യക്തികളായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും പ്രശ്നമില്ലായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഇവിടെ എന്താ പറയുക, പൃഥു ചക്രവർത്തി വേനൻ രാജാവ് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ബ്രാഹ്മണന്മാർക്ക് മനസ്സിലായി ഈ രാജാവ് ഭരിച്ചാൽ രാജ്യം നശിച്ചു, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിനങ്ങ് കൊല്ലുക. ബ്രാഹ്മണന്മാരും തീരുമാനിച്ചു, ക്ഷത്രിയന്മാരാണ് തീരുമാനിക്കുക. ബ്രാഹ്മണൻ എന്ത് ചെയ്തു, യജ്ഞം ചെയ്ത് മന്ത്രം ജപിച്ചപ്പോൾ തന്നെ അത് മന്ത്രത്തിൽ ചത്തപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ആ രാജാവിൻ്റെ തൊടയിൽ മത്ത് വെച്ച് കടഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന പാവമെല്ലാം എടുത്തു വെച്ച് സൈഡ് വരും. പ്രഭുപാദ് പറയും അവിടെ നിന്നാണ് റഷ്യ കമ്മ്യൂണിസം വന്നത്, നിരീശ്വരവാദികൾ വന്നത്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് പാവത്തിനെ എടുത്ത് ഇനി ഒരു സൈഡ് കടഞ്ഞപ്പോൾ അവിടെ നിന്ന് 2 പേര് പ്രത്യക്ഷപ്പെടും, വിഷ്ണുവും ലക്ഷ്മി ദേവി, പൃഥുവും അർച്ച, 2 പേരും പ്രത്യക്ഷപ്പെടും. അവർ 2 പേരും ഭഗവാന്റെ അവതാരമാണ്. അപ്പോൾ ഇവർ 2 പേരും വന്നിട്ട് പൃഥു മഹാരാജ് വന്നു, വളർന്നു, രാജ്യം ഭരിക്കുന്നു. അപ്പോൾ രാജ്യത്തിൽ എന്ത് ചെയ്യണം, ഭയങ്കര പെർഫെക്റ്റ് രാജാവായിരുന്നു. എല്ലാ രാജ്യത്തിന് ടാക്സ് കളക്ട് ചെയ്യും, അവർക്ക് തിരിച്ചു കൊടുക്കും. ഒരു സ്ത്രീകളെല്ലാം ഭാര്യയെ ഒഴിച്ച് ബാക്കിയെല്ലാം അമ്മയുടെ തുല്യമായിട്ട് കാണും. എല്ലാ തരത്തിലും സമാധാനം, ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല, ഒന്നുമില്ല. പശുക്കളെയൊന്നും കൊല്ലില്ല, മൃഗങ്ങളെല്ലാം സംരക്ഷിച്ചു. അങ്ങനെ പൃഥുയുടെ കാലം ഭയങ്കര ഗോൾഡൻ ഏജ് പോലെ, കാരണം ഭഗവാനാണ് ഭരിക്കുന്നത്, വേറെ ആരുമില്ല. അങ്ങനെ എല്ലാ ഐശ്വര്യം. പക്ഷേ ആദ്യം വേനരാജാവിൻ്റെ കാരണം കൊണ്ട് ഒന്നുമേ ഇല്ല, ഭൂമി വെള്ളം പോലും ഇല്ല കുടിക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് ഉണ്ടാകണമെങ്കിൽ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൃഥു ഭഗവാന്റെ അവതാരം തന്നെയായിരുന്നാലും അദ്ദേഹം യജ്ഞം ചെയ്യും. അദ്ദേഹം യജ്ഞം എത്ര ചെയ്തിട്ടും ഭൂമി ദേവി ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഭൂമി ദേവി ഭയങ്കര വിഷമം, എൻ്റെ ഭർത്താവിനെ ഇത്രയും നാൾ റിജക്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ദേഷ്യത്തിലൊന്നും കൊടുത്തില്ല, ഇനി ഞാൻ കൊടുക്കില്ല, ദേഷ്യം തീർന്നില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. അവസാനം എത്ര യജ്ഞം ചെയ്തിട്ടും ഒരു തരത്തിലും സമ്പത്ത് കിട്ടുന്നില്ല. അവസാനം പൃഥു മഹാരാജ് വിചാരിക്കും, അങ്ങനെയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ 2ആയിട്ട് പിളർത്താൻ പോകും. അപ്പോൾ ഭൂമി ദേവി പൃഥു മഹാരാജിൻ്റെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പശുക്കിടാവിൻ്റെ, കാരണം പശുക്കളെ കൊല്ലില്ല ആരും, അപ്പോൾ രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് പശുക്കിടാവായിട്ട് മാറിയിട്ട് ഓടും. അപ്പോൾ പൃഥു മഹാരാജ് വിടില്ല, നീ പശു ആയിരുന്നാലും പ്രജകൾക്ക് കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു മൃഗത്തിനെ വേണമെങ്കിലും കഴിക്കാം, ഫിലോസഫിയും പറഞ്ഞു. എന്നിട്ട് അതിനെ കൊല്ലാൻ പോകുമ്പോൾ ഭൂമിദേവി അവസാനം കരഞ്ഞ് പ്രാർത്ഥിക്കും, എന്നെ കൊല്ലരുത് എന്ന്. ഇല്ല, നീ എത്ര കരഞ്ഞാലും ശരി തന്നെ അപ്പോഴും വിടില്ല പറയും. എന്നിട്ട് അസ്ത്രമെടുത്തിട്ട് നിന്നെ പീസാക്കാം, കടുക് പോലെ ആക്കുന്നതിന് ഭൂമിയെ പൊടിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. അവസാനം ഭൂമിദേവി കരഞ്ഞുകൊണ്ട് മാപ്പാക്കി പൊട്ടിച്ചക്രവർത്തി. അങ്ങനെ പൊട്ടിച്ചക്രവർത്തി ഭൂമി വിട്ടിട്ട് ഭൂമിദേവി എല്ലാ സമ്പത്തും കൊടുത്തു, നന്നായിട്ട് രാജ്യം ഭരിച്ചു. അശ്വമേധ യജ്ഞം ചെയ്തു, 99 അശ്വമേധ യജ്ഞം പെർഫെക്റ്റ് അടിച്ചു. പക്ഷെ 99 എണ്ണം ചെയ്തു, 100 എണ്ണം ചെയ്താൽ പൃഥു ചക്രവർത്തിക്ക് ഇന്ദ്രൻ്റെ പോസ്റ്റ് കിട്ടും. 100 അശ്വമേധ യജ്ഞം ചെയ്തവർക്ക് എന്ത് കിട്ടും? ഇന്ദ്രസ്ഥാനം കിട്ടും, ഇന്ദ്രൻ്റെ പോസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്ദ്രനെ ഇനി പുറയ്ക്കുമോ? ഇന്ദ്രൻ അടുത്തത് പുറത്ത് പോകണം, അടുത്ത പൃഥു മഹാരാജായിരിക്കും ഇന്ദ്രനാവുക. അപ്പോൾ ഇന്ദ്രനെ രാഷ്ട്രീയക്കാരെ പോലെ ഇവനെ എങ്ങനെയെങ്കിലും ഈ യജ്ഞം ചെയ്യാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ യജ്ഞത്തിൽ വെച്ച് അശ്വം കുതിരയെ മോഷ്ടിച്ചുകൊണ്ട്
ഒരു പ്രാവശ്യം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അടുത്തത് യജ്ഞം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടുത്ത് വെക്കും. ഇങ്ങനെ ഇന്ത്യയിൽ എങ്ങനെ വന്നെടുത്തു? സന്യാസിയുടെ വേഷത്തിൽ വന്നു. സാധാരണ വന്നാൽ അതിനകത്ത് കയറാൻ പറ്റില്ല. മക്കളൊക്കെ അങ്ങനെ പ്രൊട്ടക്ഷനിൽ നിൽക്കുകയാണ് യജ്ഞം നടക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് സന്യാസിയെ പോലെ ഭിക്ഷുവായിട്ട് വന്നിട്ട് പതുക്കെ. അപ്പോൾ പ്രഭുപാദ് പറയും കലിയുഗത്തിൽ ഒരിക്കലും പറ്റില്ല. ആ കാലത്ത് തന്നെ സന്യാസിയായിട്ട് ഫസ്റ്റ് സന്യാസി വേഷം ഇട്ട് പറ്റിച്ചതാരാണ്? ഇന്ദ്രനാണ്. ആ പരിപാടി തുടങ്ങി വെച്ചതാരാണ്? ഇന്ദ്രനാണ്. അതുകൊണ്ട് കലിയുഗത്തിൽ അങ്ങനെ പറ്റാത്തവർ സന്യാസം എടുക്കരുത്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യാൻ പറ്റാത്തവർ സന്യാസം എടുക്കാൻ പാടില്ല. അങ്ങനെ 99 യജ്ഞം ചെയ്തു. 100ാമത്തെ ചെയ്യുന്നതിന് മുമ്പ് പോയി. അപ്പോൾ അവിടെ യുദ്ധം തുടങ്ങി, കൊല്ലാൻ പോയി. ഇന്ദ്രനെ ഓട്ടിച്ചിട്ട് കൊല്ലാനായിട്ട് പൃഥുവിടെ മകനും പൃഥുവും കൂടെ ഇറങ്ങിയത്. അപ്പോൾ നേരെ ബ്രഹ്മാവ് വന്നിട്ട് പറയും, നീ യജ്ഞം മതിയായിരിക്കും, മതി, ഇനി ആവശ്യമില്ല, 99 എണ്ണം മതി എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഈ യജ്ഞം ചെയ്യുന്നത് കൊണ്ട് ഇന്ദ്രൻ്റെ മനസ്സ് ചീത്തയാവുകയാണ്. അതുകൊണ്ട് ഇന്ദ്രൻ തെറ്റി പ്രവർത്തിക്കാൻ പോകുന്നു, അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. ശരിയാണോ ചെയ്യുന്നത്? ശരിയാണോ തെറ്റാണോ? ഇതേ വിഷയം ഇന്ദ്രൻ്റെ പറഞ്ഞ ഇന്ദ്രൻ കേൾക്കുമോ? ഇന്ദ്രൻ കേൾക്കില്ല. അതുകൊണ്ട് ആരെടുത്തെന്ന് പറഞ്ഞു? പൃഥ്വിചക്രവർത്തി ഭക്തനായതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് കേട്ടു, ഓക്കെ ഞാൻ വിട്ടേക്കാം. പക്ഷെ അങ്ങനെ യജ്ഞം ചെയ്യുന്നത് നിർത്തിയപ്പോൾ ഇന്ദ്രനെ അങ്ങ് സ്ട്രൈക്കായി. പക്ഷേ ഞാൻ എത്ര മോശമാണ്. ഇന്ദ്രന് മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു എന്ന്. ഇങ്ങനെ ആരെങ്കിലും ഒരു 99 എണ്ണം ചെയ്ത് 100 എണ്ണം ചെയ്താൽ ഞാൻ അടുത്ത മന്ത്രിയാകും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? ആരും വിട്ടുകൊടുക്കില്ല. പക്ഷെ ആര് വിട്ടുകൊടുത്തു? പൃഥ്വിചക്രവർത്തി വിട്ടു. അങ്ങനെ ഇന്ദ്രൻ വിഷമിച്ചുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഭഗവാനെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഭഗവാനെ വിളിച്ചുകൊണ്ട് വരാനുള്ള കഴിവ് ആർക്കുണ്ട്? ക്വാളിറ്റി ആർക്കുണ്ട്? ഇന്ദ്രനുണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഭക്തനാണ്, പക്ഷെ തെറ്റ് ചെയ്യും അല്ലേ? ഒരു ഭക്തനായിട്ട് ഇരുന്നിട്ട് പോലും ഇങ്ങനെ സാധാരണഗതിയിൽ തെറ്റ് ചെയ്യും. അപ്പം ഭഗവാൻ കൂടെ വരും. എന്നിട്ട് പൃഥുവിൻ്റെ അടുത്ത് ഇന്ദ്രൻ നേരെ പൃഥ്വിചക്രവർത്തി കണ്ടത് കാലിൽ സാഷ്ടാംഗം വീഴുന്നത്. പൃഥ്വിചക്രവർത്തി അത് പിടിക്കില്ല. ആ ഒരു വലിയൊരു ഇന്ദ്ര പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ എൻ്റെ കാലിൽ വന്ന് വീഴുന്നു. പൃഥു ഉടനെ വീഴുന്നതിന് മുമ്പ് തന്നെ കെട്ടിച്ചേർത്ത് ഇന്ദ്രൻ. അതോടിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഒരു അഫൻസ് ചെയ്താൽ, ഒരു അപരാധം ചെയ്താൽ നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ആ ഭക്തൻ്റെ കാലിൽ വീണ് നമസ്കരിച്ച് മാപ്പാക്കാൻ പറയാം. എങ്കിൽ നമ്മുടെ എല്ലാം തീരും. അല്ലെങ്കിൽ ആ അപരാധം നമ്മുടെ ഭഗവാനെ നമ്മളെന്ന് മാറ്റി നിർത്തും. പക്ഷേ ഇന്ദ്രൻ മാപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആര് കൂടെ വന്നു? ഇന്ദ്രൻ്റെ ഒപ്പം ഭഗവാൻ തന്നെ വന്നു, നാരായണൻ തന്നെ. അപ്പോൾ ഇതാണ് ഇവരെല്ലാം വലിയ വ്യക്തികളാണ്. ഇവരെല്ലാം ത്രിഗുണത്തിന് അതീതനായിട്ട് ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. എന്നിരുന്നാൽ പോലും വിടില്ല. ഏത്? ത്രിഗുണത്തിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മായയുടെ അറ്റാക്ക് വിടില്ല. അതുകൊണ്ടാണ് വലിയ പ്രയാസം. പക്ഷെ അത് എളുപ്പം സാധിക്കും. എങ്ങനെ എളുപ്പം സാധിക്കും? ഡിവോഷണൽ സർവീസും ഭക്തന്മാരുടെ സാധുസംഗമം കൊണ്ട് എളുപ്പം സാധിക്കും. അല്ലെങ്കിൽ സാധിക്കും. ഭക്തന്മാരുടെ ഒപ്പം ഇരിക്കുകയാണെങ്കിൽ നമുക്കിതുപോലത്തെ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുമ്പോഴും ഒന്നുകിൽ അവർ വന്ന് പറയും അത് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ ഭക്തൻ പറയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാതെ, കാരണം അവർ തെറ്റായിട്ട് ഇവർ ഇൻസ്ട്രക്ഷൻ നമുക്ക് തരില്ല. അങ്ങനെ നമുക്ക് ശരിയാകാൻ പറ്റും അല്ലേ? പിന്നെ ഭഗവാന്റെ അനുഗ്രഹം എങ്കിൽ ത്രിഗുണത്തിനെ നമുക്ക് ഈസിയായിട്ട് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ഈ അധ്യായത്തിൽ. അപ്പോൾ 3 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഭൗതിക പ്രകൃതിയുടെ നിയന്താവാരാണ്? ഭഗവാൻ. പിന്നെ എല്ലാ ദേവന്മാരുടെയും നിയന്താവാരാണ്? ഭഗവാൻ. ഇനിയൊന്ന് യജ്ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ ഭൗതിക പ്രകൃതിയെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കരുത്. കാരണം അതിൻ്റെ കൺട്രോളർ ആരുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭഗവാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ഒന്ന്, എല്ലാ ദേവന്മാരുണ്ട്, അവരെല്ലാം പോയി ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആരാധിച്ചാൽ മതി? ഭഗവാൻ ആരാധിച്ചാൽ മതി. അപ്പോൾ ബാക്കി എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫേവറബിളായിട്ട് ആയിക്കോളും. ഇനി അടുത്തതെന്താണ്? യജ്ഞം. ഓരോരുത്തർക്കും യജ്ഞം ചെയ്യണോ? ഗണപതിക്ക് ഒരു യജ്ഞം, ഗണപതി യജ്ഞം. പിന്നെ ദുർഗയ്ക്ക് ഒരെണ്ണം, വേറെ ആർക്കെങ്കിലും ഒരെണ്ണം. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ആർക്ക് ചെയ്താൽ മതി? ഭഗവാനെ യജ്ഞം ചെയ്താൽ മതി. കലിയുഗത്തിൽ എന്ത് യജ്ഞമാണുള്ളത്? അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ്. പൂജാരി വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ തന്നെ വേണ്ടി യജ്ഞം ചെയ്യാം.
നാമസങ്കീർത്തനം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് പൃഥുചക്രവർത്തിയുടെ കാര്യത്തിൽ നാമസങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത് എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ച ഒരാൾ ഒരിക്കലും അത് വിടില്ല. അത് വിടുന്നുവെങ്കിൽ അയാൾക്ക് മൃഗത്തിൻ്റെ സ്വഭാവമാണ്. മൃഗത്തിൻ്റെ സ്വഭാവം ഇല്ലാത്ത ഒരു വ്യക്തികളും എന്ത് വിടില്ല? നാമസങ്കീർത്തനം വിടില്ല, നാമം ജപിക്കുന്നത് വിടില്ല. ആ നാമം ജപിക്കുന്നത് നിർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത് ഉള്ളിൽ? നേരെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറഞ്ഞുവെങ്കിൽ നമുക്ക് എന്തകത്ത് കയറി, എന്ത് സ്വഭാവം കയറിയകത്ത്? പതുക്കെ ആ വാസന കയറി. അതുകൊണ്ട് നാമജപം കറക്റ്റായിട്ട് പ്രൂഫ് പറയുന്നുണ്ട്. കൃത്യമായിട്ട് നാമം ജപിക്കുന്ന ഒരാൾ ഫോൾ ഡൗൺ ആവില്ല. നാമം നേരെ ജപിക്കാത്തവരാണെങ്കിൽ വീണുപോകും. ഹരേ കൃഷ്ണ. ഇനി ഡൗട്ട്സ്? നമ്മൾ എന്ത് 4 ഭക്തന്മാർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്താണ് ഭൗതികമായിട്ട് ഉള്ള നേട്ടത്തിന് വേണ്ടി ചെയ്യും. നമ്മളും ചെയ്യുന്നുണ്ട്, നേട്ടമാണ്. പക്ഷെ അതിൽ ലോസായാൽ നമ്മൾ കരയില്ല, ലാഭം കൂടിയാൽ ഒരുപാട് ആഹ്ലാദിക്കില്ല. എന്താ തന്നു, പക്ഷെ ഈ തന്നതിനെ എന്ത് ചെയ്യും? ബെനിഫിറ്റിനെ തിരിച്ചും ഭഗവത് സേവനത്തിന് ചെയ്യും, അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റവർക്ക് തന്നില്ലെങ്കിൽ തേങ്ങ ഉടക്കില്ല. പ്രോഫിറ്റ് കണക്കാക്കിയാണ്. അവർക്ക് ഡെയിലി 5000 രൂപ ലാഭം കിട്ടിയാൽ 5 തേങ്ങ ഉടയ്ക്കാന്ന് പറയും, 1000 രൂപ ഒരെണ്ണം. പക്ഷേ ഇന്ന് 3000 ആയാൽ 3 ഉടക്കത്തുള്ളൂ. ഇവിടെ ഷെയറാണ്. തിരുപ്പതിയിൽ ഒരുപാട് പേരുണ്ട്, അവർ ശരിക്കും അങ്ങനെയാണ്. ബിസിനസ്സിൻ്റെ ഡിവിഡൻഡ് പ്രോഫിറ്റ് അത് ആർക്ക് കൊടുക്കും? തിരുപ്പതി ബാലാജിക്ക് കൊണ്ട് കറക്റ്റായി. അതുപോലെ ഭഗവാൻ അളന്ന് കറക്റ്റായി തിരിച്ചു കൊടുക്കും. അവർ പറ്റിച്ചാൽ ഭഗവാൻ തിരിച്ചു പറ്റി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ എന്താണ്, എന്ത് കിട്ടിയോ എത്ര ഉച്ച ലാഭസന്തുഷ്ട എന്ന് പറയുന്നത്, എന്ത് കിട്ടിയോ അതുകൊണ്ട് സന്തോഷിക്കുക. ആ കിട്ടിയ സാധനം ആർക്ക് തിരിച്ചു കൊടുക്കുക? അത് ഹാപ്പി ആയിട്ട് കൊടുക്കുക. പത്രം പുഷ്പം ഫലം തോയും യോമേ ഭക്തിയാ പ്രയച്ച്. അത് ഭക്തി ഇല്ലാതെ കൊടുത്താൽ ബിസിനസ്സിൽ കൊടുക്കരുത്, സ്നേഹത്തോട് കൊടുക്കും. 2 കൊടുക്കാം. ഷെയർ തന്നതിന് ഞാൻ ഷെയർ കൊടുക്കാം, ഷെയർ തന്നില്ലെങ്കിലും കൊടുക്കാം. അതിൽ സ്നേഹം ഉണ്ടാവും. അതാണ് കൊടുക്കുക. जय ग्रंथराज श्रीमद् भगवद गीता की जय, श्री प्रभुपाद की जय, गौरव प्रेमानंद।